അനിതയ്ക്ക് നേരെ തൻ്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ ജ്വലിക്കുന്ന നോട്ടത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റാരും ഒന്നും പറയും മുൻപ് ഡോക്ടർ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഡോക്ടർ പോയതിന് പിന്നാലെ ജഗൻ കഠിനമായ ഭാവത്തോടെ അനിതയ്ക്ക് നേരെ തിരിഞ്ഞു. അവളിൽ നിന്നും ഒരൊറ്റ വാക്കുപോലും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ കർശനമായ സ്വരത്തിൽ പറഞ്ഞു: അനിത, നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയിക്കോ. തീയേനെ നീലിമ നോക്കിക്കോളും. അവൻ്റെ വാക്കുകളിൽ അധികാരസ്വരവും മാറ്റവും അനിതയെ ഞെട്ടിച്ചു. ജഗൻ നീലിമയെ നോക്കിക്കൊണ്ട് തൻ്റെ ഉള്ളിലെ വാശി വീണ്ടും പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു: ഇവൾ കാരണം എൻ്റെ മകൾക്ക് ഈ അവസ്ഥ വന്നത്. അതുകൊണ്ട് എൻ്റെ മകൾ പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നത് വരെ നീലിമ ഇവിടെ തന്നെ ഇരുന്ന് അവളെ നോക്കണം. അതിന് എത്ര ശമ്പളം വേണമെങ്കിലും നീ ചോദിക്കുന്ന അത്രയും പണം ഞാൻ തരാൻ റെഡിയാണ്. ജഗൻ്റെ ഈ വാക്കുകൾ കേട്ട് അനിത ദേഷ്യം കൊണ്ടും അസൂയ കൊണ്ടും വിറച്ചു. ഇങ്ങനെയൊക്കെ ഒരൊറ്റയടിക്ക് തീർക്കേണ്ടതായിരുന്നു എന്ന് മനസ്സിൽ കടുത്ത കോപത്തോടെ കരുതിക്കൊണ്ട് അവൾ അവിടെ നിന്നും എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് പാമ്പ് വിഷം തുപ്പും പോലെ നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തുടക്കം മുതൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു വാക്കും ഉരിയാടാതെ നിശബ്ദയായി വീക്ഷിക്കുകയാണ് ശാരദാമ്മ. അവർ മെല്ലെ നീലിമയുടെ അരികിലേക്ക് നടന്നു വന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ നീലിമയുടെ വിറക്കുന്ന കൈകൾ തൻ്റെ 2 കൈകൾക്കുള്ളിലാക്കി മൃദുവായി പിടിച്ചു. അവരുടെ സ്പർശനത്തിൽ ഒരമ്മയുടെ സാന്ത്വനമുണ്ടായിരുന്നു. നീ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം മോളെ, ശാരദാമ്മ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നലെ ദിയാമോൾ നിന്നെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു. അവൾ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഒന്ന് നേരിൽ കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ മകൻ നിന്നോട് ക്രൂരമായി പെരുമാറിയതിലും ദേഷ്യപ്പെട്ടതിലും നീ ഒട്ടും വിഷമിക്കരുത് മോളെ. അവൻ പണത്തിൻ്റെ അഹങ്കാരമുണ്ടെങ്കിലും മകളെ ജീവനാണ് അവന്. എൻ്റെ കൊച്ചുമകളെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ വേണം. ഈ പ്രായത്തിൽ എനിക്ക് അവളെ ഓടി നടന്ന് നോക്കാൻ കഴിയില്ല. അവൾക്കിപ്പോൾ മറ്റെന്തിനേക്കാളും വേണ്ടത് നിൻ്റെ അമ്മയുടെ മനസ്സിലെ സ്നേഹമാണ്. ശാരദാമ്മയുടെ ആർദ്രതയും സ്നേഹവും നിറഞ്ഞ വാക്കുകൾ നീലിമയുടെ ഹൃദയത്തിലെ ആഴങ്ങളിലേക്കാണ് ചെന്ന് തട്ടിയത്. ജഗൻ തന്നെ ഒരു വേലക്കാരിയെ പോലെ പണം തന്നു നിർത്താൻ നോക്കിയപ്പോൾ ആ വൃദ്ധയുടെ വാക്കുകൾ അവളുടെ മുറിവേറ്റ മനസ്സിന് വലിയൊരു ആശ്വാസമായി മാറി. ശാരദാമ്മയുടെ ആർദ്രത നിറഞ്ഞ വാക്കുകൾ കേട്ട് നീലിമ തൻ്റെ കണ്ണുനീർ തുടച്ചു. ജഗൻ്റെ അഹങ്കാരത്തിന് മുന്നിൽ തല കുനിക്കാത്ത അവൾ ആ അമ്മയുടെ മാതൃത്വത്തിന് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങി കഴിഞ്ഞിരുന്നു. അവൾ ശാരദാമ്മയുടെ കൈകൾ തിരികെ അമർത്തി പിടിച്ചുകൊണ്ട് തികച്ചും ഉറച്ച സ്വരത്തിൽ ശാന്തമായി പറഞ്ഞു: ശാരദാമ്മേ, ദിയാമോൾ എൻ്റെയും മകളാണ്. എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ അവളെ നന്നായി നോക്കിക്കൊള്ളാം. ഒന്നിനെക്കുറിച്ചും ഓർത്ത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ധൈര്യമായി പൊയ്ക്കോളൂ. നീലിമയുടെ വാക്കുകളിലെ ആത്മാർത്ഥതയും സ്നേഹവും കേട്ടപ്പോൾ ആ വൃദ്ധയുടെ മനസ്സിൽ നീറ്റിലായി നിന്ന വലിയൊരു ഭാരമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇറക്കി വെക്കപ്പെട്ടത്. അവളുടെ നെറ്റിൽ തലോടി അങ്കിൾ അനുഗ്രഹിച്ച് അവർ നിറഞ്ഞ മനസ്സോടെ കട്ടിൽ കിടക്കുന്ന ദിയമോളെ നോക്കി. അനിതയും ശാരദാമ്മയും മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവിടെ ഒരു പ്രതിമ പോലെ നിന്നിരുന്ന ജഗൻ മെല്ലെ നീലിമയുടെ അരികിലേക്ക് നടന്നു വന്നു. അവൻ്റെ മുഖത്ത് ഇപ്പോഴും ആ പഴയ ഗാംഭീര്യവും അധികാരവും തങ്ങി നിൽക്കുന്നുണ്ട്. നീലിമയെന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു: നീ അന്ന് എൻ്റെ ഓഫീസിൽ ജോലി ചോദിച്ചു വന്നിരുന്നല്ലേ? അന്ന് നിൻ്റെ യോഗ്യത കുറവ് കൊണ്ട് നിനക്ക് ആ ജോലി തരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടവന് ഞാനാണ്. എന്നാൽ ഇതാ ഇപ്പോൾ നിനക്ക് എൻ്റെ ഓഫീസിൽ ഉയർന്ന പദവിയിൽ തന്നെ ജോലി തരാൻ ഞാൻ തയ്യാറാണ്. അവൻ്റെ ആ പുതിയ ഓഫർ കേട്ട് നീലിമ ഒരു നിമിഷം അത്ഭുതത്തോടെ അവനെ നോക്കിപ്പോയി. ഒരു വശത്ത് പണം തന്ന് തന്നെ അപമാനിക്കാൻ നോക്കുകയും തൊട്ടടുത്ത നിമിഷം തൻ്റെ മകളുടെ ജീവന് വേണ്ടി വലിയൊരു ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഈ ജഗൻ്റെ ഇരട്ടത്താപ്പ് അവൾക്ക് ചിന്താക്കുഴപ്പത്തിലാക്കി. അവൻ്റെ ആ പുതിയ നീക്കത്തിൽ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യമെന്തെന്ന് മനസ്സിലാകാതെ അവളാകെ സ്തംഭിച്ചു നിന്നുപോയി. എന്താണ് മിസ്റ്റർ അഭിമന്യു, നിങ്ങളുടെ ഓർമ്മശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പരിഹാസം നിറഞ്ഞ പുഞ്ചിരിയോടെ നീലിമ അവനോട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ ഭയമല്ല ആത്മാഭിമാനമായിരുന്നു നിറഞ്ഞു നിന്നത്. അന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതല്ലേ, നിങ്ങൾ എന്നെ തേടി വന്ന് ജോലി തന്നാലും എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന്. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിക്കാൻ എനിക്കറിയാം. ആരുടെയും ഔദാര്യം വാങ്ങി ജീവിക്കുന്ന ശീലം ഈ നീലിമയ്ക്കില്ല. ഒരു നിമിഷം നിർത്തി അവൾ ഉറച്ച സ്വരത്തെ തുടർന്നു: ഞാൻ നടത്തുന്ന ചെറിയ കടയിൽ നിന്ന് കിട്ടാവുന്ന വരുമാനം ഞങ്ങൾക്ക് മതിയാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മകളെ നോക്കാൻ മറ്റാരെങ്കിലും കണ്ടെത്തുന്നതാവും നല്ലത്. ആ വാക്കുകൾ ജഗൻ്റെ അഹന്തയെ ആയത്തിൽ മുറിവേൽപ്പിച്ചു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അതിലൊരു ചൂടുണ്ടായിരുന്നു. ഏത് കടയുടെ കുറിച്ചാണ് നീ ഇത്ര അഭിമാനത്തോടെ പറയുന്നത്? അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ പറഞ്ഞ ആ കട ഇപ്പോൾ എൻ്റേതാ.
നീലിമയുടെ മുഖത്തെ നിറം മാഞ്ഞു. എന്ത്? വിശ്വസിക്കാനാവാതെ അവൻ അവളെ നോക്കി. ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിന്റെ കട നേരത്തെ തന്നെ വാങ്ങാമായിരുന്നു. പക്ഷെ നിന്റെ അഹങ്കാരം തകർക്കാൻ ഇനിയും നല്ലൊരു വഴി എനിക്ക് കിട്ടിയില്ല. ഓരോ വാക്കും അവളുടെ നെഞ്ചിലേക്ക് അമ്പ് പോലെ തറഞ്ഞു കയറി. ജഗൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഇനി പറ, സ്വന്തമായി ജീവിക്കണമെന്ന് പറഞ്ഞില്ലേ? എങ്ങനെ ജീവിക്കും നീ? അവൻ ശബ്ദം ഭീഷണി നിറഞ്ഞതായിരുന്നു. എൻ്റെ മകൻ ആശുപത്രിയിൽ കിടക്കുകയാണ്. അതിന് കാരണം നീയൊറ്റ ഒരുത്തിയ. നിങ്ങളെപ്പോലെയുള്ളവർക്ക് പണം മാത്രമേ കണ്ണിൽ കാണൂ. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. ദയവായി എനിക്ക് നിങ്ങളോട് വഴക്കിടാൻ വയ്യ സർ. ഇടറിയ ശബ്ദത്തിൽ അവളും പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ മകൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാകും. എന്നാൽ ജഗൻ അവളുടെ കൈത്തണ്ടിൽ മുറുകെ പിടിച്ചു. എവിടേക്കാ നീ പോകുന്നത്? അവൻ്റെ ശബ്ദം കൂടുതൽ കഠിനമായി. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ നീ? നീ ഇവിടെ തന്നെയായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ച നിന്റെ മകനെയും നിന്നെ സഹായിച്ചവരെയും നീ ജീവിച്ചിരുന്ന ജീവിതത്തെയുമെല്ലാം ഒരിക്കലും തിരികെ കിട്ടില്ല നീലിമ. അവൻ്റെ വാക്കുകൾ കേട്ട് നീലിമയുടെ ഉള്ളം വിറച്ചു. നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നതല്ലേ? പിന്നെ എന്തിനാ എന്നെ തേടി എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് നിങ്ങൾ? ഒരു നിമിഷം ശ്വാസം വലിച്ചെടുത്ത ശേഷം അവൾ തുടർന്നു. ഇത് നിങ്ങളുടെ മകളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ കുഞ്ഞിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ മനസ്സൊന്ന് അലിഞ്ഞുപോയി. ആദ്യമായി നിങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ട ഏകാന്തത, അതാണ് എന്നെ ഇവിടെ വീണ്ടും വരാൻ പ്രേരിപ്പിച്ചത്. അവളുടെ ശബ്ദം വിങ്ങി. അതിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ തന്നെ പറ. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ജഗൻ്റെ മുഖത്ത് കോപം ആളിക്കത്തി. എന്നാൽ നീലിമ നിർത്തിയില്ല. ഒരച്ഛനായ നിങ്ങൾ ഒരിക്കലെങ്കിലും അവളുടെ മനസ്സ് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളുടെ ദേഷ്യവും അധികാരവും മാത്രമാണ് നിങ്ങൾക്ക് വലുത്. അത് കേട്ടതും ജഗൻ്റെ നിയന്ത്രണം വീണ്ടും നഷ്ടപ്പെട്ടു. ഒറ്റ നിമിഷം കൊണ്ട് അവൻ നീലിമയുടെ കഴുത്തിൽ വിരലുകൾ മുറുക്കി. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞുപോയി. അവരുടെ വാശി അതിരുകടക്കുന്നതിനിടയിൽ ഒരു ഗ്ലാസ് നിലത്ത് വീണ് ചിതറി പൊട്ടുന്ന ശബ്ദം മുറിയാകെ മുഴങ്ങി. രണ്ടുപേരും ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ബെഡിൽ കിടന്നിരുന്ന ദിയ പൊട്ടിക്കരയുകയായിരുന്നു. എല്ലാവരും എൻ്റെ കാരണമാണ് കഷ്ടപ്പെടുന്നത്. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ മരിച്ചാൽ എല്ലാവർക്കും സമാധാനമാകും. ആ വാക്കുകൾ കേട്ട നിമിഷം നീലിമ ഓടിച്ചെന്ന് കുഞ്ഞിൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അങ്ങനെയൊന്നും പറയരുത് മോളെ. അവളുടെ ശബ്ദം വിറച്ചിരുന്നു. ജഗൻ അതൊന്നും സഹിക്കാനായില്ല. അവൻ ഓടിച്ചെന്ന് ദിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സോറി മോളെ, അച്ഛനോടൊന്ന് ക്ഷമിക്കണം നീ. അവൻ്റെ ശബ്ദം പൊട്ടിപ്പോയിരുന്നു. ഇനി അച്ഛൻ വഴക്കിടില്ല, നിന്നെ വിഷമിപ്പിക്കില്ല. അച്ഛനോട് ദേഷ്യമുണ്ടെങ്കിൽ അടിച്ചോ, പക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനെ പറയരുത് മോള്. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ആ കാഴ്ച കണ്ടെന്ന നീലിമ ഇതുവരെ കല്ല് പോലെ കഠിനമെന്ന് കരുതിയ ഈ മനുഷ്യൻ സ്വന്തം മകളുടെ കണ്ണുനീർ കണ്ടപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ തകർന്നു വീണിരിക്കുന്നു. ഇയാൾ ശരിക്കും ഇത്ര ക്രൂരനാണോ? അതോ വേദന മറച്ചു വെച്ച ഒരച്ഛനോ? ആദ്യമായി അവളുടെ മനസ്സിൽ ആ ചോദ്യമുയർന്നു. അപ്പോഴേക്കും ഡോക്ടർ മുറിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ദിയയെ പരിശോധിച്ച ശേഷം ജഗനെ നോക്കി. മിസ്റ്റർ ജഗൻ, അപ്പോൾ ദിയക്ക് അപകടമൊന്നുമില്ല. പക്ഷേ ഇനി മുതൽ അവളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൾ മാനസികമായി തളരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. അവളുടെ ആരോഗ്യത്തിന് അതൊട്ടും നല്ലതുമല്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ ധൈര്യത്തോടെ നേരിടാൻ പഠിക്കണം മോളെ. ദിയയുടെ നെറുകിൽ സ്നേഹത്തോടെ തലോടി ഡോക്ടർ പറഞ്ഞു. കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് ദിയ പതിയെ തലയാട്ടി. അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞ ഡോക്ടർ ഒരു നിമിഷം നീലിമയെ അർത്ഥം നിറഞ്ഞൊരു നോട്ടത്തോടെ നോക്കി. മമ്മി. ദിയയുടെ വിളി കേട്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു. മമ്മിക്കിപ്പോഴും വേദനയുണ്ടോ? നിറഞ്ഞ കണ്ണുകളോടെ കുഞ്ഞു അവളുടെ കഴുത്തിൽ കൈകൾ ചുറ്റിപ്പിടിച്ചു. ആ പിഞ്ചു കൈകൾ സ്നേഹത്തോടെ ചുംബിച്ചുകൊണ്ട് നീലിമ പുഞ്ചിരിച്ചു. ഇല്ലടാ, മമ്മിക്കൊന്നുമില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. മമ്മി എനിക്ക് വാരി തരുമോ? ആ ചോദ്യം കേട്ടതും നീലിമയുടെ മനസ്സിലെ എല്ലാ വേദനകളും ഒരു നിമിഷത്തേക്ക് അപ്രത്യക്ഷമായി. അവൾ പതിയെ ഭക്ഷണപൊതി തുറന്ന് ദിയെ മടിയിലിരുത്തി ഓരോ ഉരുളയായി വാരിക്കൊടുത്തു. ആ കാഴ്ച നിശബ്ദമായി നോക്കി നിന്ന ഒരാളുണ്ടായിരുന്നു, ജഗൻ. തൻ്റെ മകൾക്ക് ജന്മം നൽകിയ അമ്മയേക്കാൾ സ്നേഹത്തോടെ അവളെ പരിചരിക്കുന്ന നീലിമയെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഇതുവരെ അനുഭവിക്കാത്ത വികാരങ്ങൾ ഉണർന്നു.
അവളുടെ ഓരോ സ്പർശനത്തിലും തീയുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം അവൻ്റെ ഹൃദയത്തെ എന്തോ പോലെ വേദനിപ്പിച്ചു. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ കഴിയാതെ അവൻ വേഗത്തിൽ മുറിക്ക് പുറത്തേക്ക് നടന്നു. മമ്മി, എനിക്ക് മതിയായി, കൊഞ്ചിക്കൊണ്ട് ദിയ പറഞ്ഞപ്പോൾ നീലിമ പുഞ്ചിരിച്ചു. അവൾ കുഞ്ഞിൻ്റെ കൈകൾ കഴുകിക്കൊടുത്തു, വായ തുടച്ചു കൊടുത്തു. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കൃത്യസമയത്ത് തന്നെ കഴിപ്പിക്കുകയും ചെയ്തു. മരുന്ന് കഴിച്ച ശേഷം ദിയ വീണ്ടും നീലിമയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. മമ്മി, എന്താ മോളെ, മമ്മി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകില്ലേ? എന്നെ വിട്ട് എങ്ങും പോകില്ലല്ലോ? ആ ചോദ്യം നീലിമയുടെ ഹൃദയം കീറി മുറിച്ചു. എന്തു മറുപടി പറയണമെന്നറിയാതെ അവൾ ദിയയുടെ മുടികളിൽ വിരലൊടിച്ചു. ഞാൻ ഇവിടെയുണ്ട്, ഉറങ്ങിക്കോ. അതുമാത്രം പറഞ്ഞപ്പോൾ തന്നെ ദിയയുടെ മുഖത്ത് സമാധാനം നിറഞ്ഞു. മരുന്നിൻ്റെ ക്ഷീണത്തിൽ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അല്പസമയത്തിനകം കുഞ്ഞ് ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു. ദിയ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതോടെ നീലിമ പതിയെ എഴുന്നേറ്റു. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. അരുൺ ഒറ്റയ്ക്കാണ്. ആ ചിന്ത അവളെ അസ്വസ്ഥയാക്കി. വാതിലേക്ക് നടന്നെത്തിയ അവൾ ഹാൻഡിൽ കൈവച്ചതും വാതിൽ തുറക്കുന്നതിന് മുമ്പ് ആരോ മുന്നിൽ വന്നു നിന്നു. ജഗൻ. അവൻ്റെ മുഖം വീണ്ടും പഴയതുപോലെ കഠിനമായി. എങ്ങോട്ടാ ഈ തിടുക്കത്തിൽ നീ പോകുന്നേ? അവൻ ശാന്തമായെങ്കിലും ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. ദിയ ഇപ്പോൾ ഉറങ്ങി. അവനെ നോക്കാതെ തന്നെ നീലിമ പറഞ്ഞു. ഇനി അവളെ നിങ്ങൾ നോക്കിക്കോളൂ. എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ ഇല്ലാത്തത് കൊണ്ട് അരുൺ എന്ത് ചെയ്യുകയാണെന്ന് പോലും അറിയില്ല. അവനെ മറികടന്ന് പോകാൻ ശ്രമിച്ചെങ്കിലും ജഗൻ വായ് വിട്ടില്ല. നീ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകുന്നില്ല. ഓരോ വാക്കും കൽപ്പന പോലെ മുഴങ്ങി. നീലിമയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന്. എനിക്ക് പോകണം, പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ കണ്ണുകൾ വീണ്ടും ആ പഴയ അഹങ്കാരം തെളിയിച്ചു. നീലിമ പല്ലു കടിച്ചുകൊണ്ട് അവനെ നോക്കി. എന്നെ തടയാൻ നിങ്ങൾക്ക് എന്തവകാശം ഉള്ളത്? അവളുടെ ചോദ്യം കേട്ടതും ജഗൻ പരിഹാസത്തോടെ ചിരിച്ചു. അവകാശമോ? അവൻ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. ഇത്രയും തിടുക്കപ്പെട്ട് നീ അവിടെ പോയി എന്ത് ചെയ്യാനാ? ഒരു നിമിഷം നിർത്തി അവൻ വിഷം കലർന്ന ശബ്ദത്തിൽ തുടർന്നു. അവിടെ നിന്റെ അരുണില്ലല്ലോ. ആ വാക്കുകൾ നീലിമയുടെ നെഞ്ചിലേക്ക് ചാട്ടുളി പോലെ തറച്ചിറങ്ങി. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇടറ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. ജഗൻ്റെ ചുണ്ടിൽ വീണ്ടും ആ ദുരൂഹമായ പുഞ്ചിരി തൂകി. അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞിരുന്ന ആ നിഗൂഢഭാവം കണ്ടപ്പോൾ നീലിമയുടെ ഹൃദയം ആദ്യമായി ഭയം കൊണ്ട് വിറച്ചുപോയി.